നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് വായുവിൻ്റെ ഗതി, വാദത്തിൻ്റെ ഗതി, അതായത് വായു ശരിക്കും അധോഗതമായിട്ടാണ് നമ്മളത് ചലിക്കേണ്ടത്. അതേസമയം അത് ചില സമയത്ത് നമ്മൾ മറ്റു പല ദോഷങ്ങളുടെ വിശേഷണം ഉണ്ടാകുന്നത് കൊണ്ട് വായു മറ്റു രീതിയിലേക്ക് അത് സഞ്ചരിക്കാം, അതായത് തിര്യഗതമായിട്ട് അത് സഞ്ചരിക്കാം. അങ്ങനെ സംഭവിച്ചാലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്പൈനിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ജോയിൻറ്റുകളുടെയോ ഇതൊക്കെ നമുക്ക് അതിൻ്റെ പൊസിഷൻ മാറിപ്പോകുന്നത് നമുക്ക് കാണാം. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ചിലർ പറയാറുണ്ട്, എനിക്ക് നടുവിന് ഒരു പിടുത്തം വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു നടുവിൻ്റെ ഭാഗത്ത് ഒരു വേദനയായിട്ട് വരുന്നുണ്ട്, ഒരു വിലക്കം പോലെ വീഴുന്നുണ്ട് എന്നുള്ളത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈവൻ നമ്മുടെ മോഷൻ അല്ലെങ്കിൽ നമ്മുടെ വായുവിൻ്റെ ഗതി കറക്റ്റായിട്ട് സഞ്ചരിക്കാതിരുന്നാൽ പോലും ഇത് സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ കൃത്യമായി വാഷ്റൂം യൂസ് ചെയ്യാതെ, അതായത് ചില ആൾക്കാർ ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ വാഷ്റൂമിൽ പോകുന്നത്. അത് നമ്മുടെ ശരീരത്തിന് അതൊട്ടും നല്ലതല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് വായുവിൻ്റെ ഗതി ഊർധ്വഗതമായിട്ട് സംഭവിക്കും. അങ്ങനെ അത് പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് നടുവിന് വേദനയും അല്ലെങ്കിൽ നടുവിന് വിലക്കം വീഴുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചികിത്സ ആരംഭിക്കുമ്പോഴും നമ്മൾ വായുവിൻ്റെ ഗതി കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ അത് കറക്റ്റായിട്ടത് ചെയ്യണം. അതായത് അതിന് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഗന്ധർവസ്ഥാതി പോലൊരു കഷായം, അതായത് വായുവിൻ്റെ ഗതിയെ കറക്റ്റായിട്ട് സഞ്ചരിപ്പിക്കാൻ ഗന്ധർവസ്ഥാതി പോലെ ഒരു ഉത്തമമായ ഒരു കഷായം വേറെ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ആരംഭിപ്പിക്കുമ്പോഴും നമ്മൾ പ്രത്യേകിച്ച് വാദസംബന്ധമായ എന്ത് ട്രീറ്റ്മെൻറ്റിനും വായുവിൻ്റെ ഗതിയെ കറക്റ്റ് ആക്കിക്കൊണ്ട് വേണം മറ്റ് ചികിത്സകൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാനായിട്ട്.